ബിടെക്. ക്യാറ്റ് പരീക്ഷയ്ക്ക് 98%. മാനേജ്മെന്റ് ഡെവലപ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഡിസ്റ്റിങ്ഷനോടെ MBA. ജോലി ഇന്ത്യയിലെ ഏറ്റവും വലിയ പബ്ലിക് ചാരിറ്റി ട്രസ്റ്റായ ടാറ്റ ട്രസ്റ്റിൽ സീനിയർ മാനേജർ. പ്രവർത്തന മേഖല ഛത്തീസ്ഗഡിലെ മാവോയിസ്റ്റ് മേഖലയിലെ ആദിവാസികൾ, ആന്ധ്രയിലെ ഈറ്റത്തൊഴിലാളികൾ, മഹാരാഷ്ട്ര, മധ്യപ്രദേശ് എന്നിവിടങ്ങളിലെ ചേരിവാസികൾ. ഒരു സംശയം വേണ്ട, അതിന് ഏറ്റവും പറ്റിയ സ്ഥാനാർത്ഥിയാണ് ശബരിനാഥൻ. കർമ്മകുശലതയുണ്ട്, ദീർഘവീക്ഷണമുണ്ട്, യുവാക്കൾക്ക് നേതൃത്വം കൊടുക്കാൻ കഴിയുന്ന ധാരണകളുള്ള ഈ സംസ്ഥാനത്തിന് മാത്രമല്ല സംസ്ഥാനത്തിന് വെളിയിലും ചെറുപ്പക്കാരുടെ ഹൃദയവികാരങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയുന്ന നല്ല കഴിവുകളുള്ള ഒരു ചെറുപ്പക്കാരനെയാണ് UDF സ്ഥാനാർത്ഥിയാക്കിയിരിക്കുന്നത്. അഭിവാദ്യങ്ങൾ 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 അഭിവാദ്യങ്ങൾ. ജീക്ക് നയിച്ചൊരു പാതയിലൂടെ ജീക്ക് നടന്ന വഴികളിലൂടെ നമ്മെ നയിക്കാൻ ശബരിനാഥ്. അഭിവാദ്യങ്ങൾ 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 അഭിവാദ്യങ്ങൾ. കാർത്തി സാറിന്റെ മകനാണ്. നോട്ടീസ് അയക്കണേ, ഞാൻ വരാം. ശരിയാണ്. ഈ നാടിൻ നായകൻ GK തന്നോർമകൾ കാർത്തിക ദീപമാകണം. പ്രിയജനമേ കാർത്തിക ദീപമാകണം. ഈ നാടിൻ നായകൻ GK തന്നോർമകൾ കാർത്തിക ദീപമാകണം. പ്രിയജനമേ കാർത്തിക ദീപമാകണം. GK തൻ സ്വപ്നങ്ങൾ അറിയും പ്രിയനാടേ. GK തൻ സ്വപ്നങ്ങൾ അറിയും അരുവിക്കര നാടേ. പ്രിയനാടേ, പല കുറി വിജയം കനിഞ്ഞ നാടേ. വികസനം ആരുടെയും ഔദാര്യമല്ല, അതൊരു അവകാശമാണ് എന്ന് അച്ഛൻ എപ്പോഴും പറയുമായിരുന്നു. അച്ഛന്റെ ഈ വികസന സ്വപ്നങ്ങളുടെ പിന്തുടർച്ചക്കാരനാവുക എന്നതാണ് എന്റെ സ്വപ്നം. കണ്ണിലെ കൃഷ്ണമണി പോലെയാണ് GK അരുവിക്കരയെ പരിപാലിച്ചത്. 4 വർഷം കൊണ്ട് അടിസ്ഥാന സൗകര്യങ്ങൾക്ക് 368.67 കോടി രൂപ അനുവദിപ്പിച്ചു. കാനനമതിരിടുമീ നാടിൻ വികസന വീതിയിൽ മുന്നേറാൻ. കാനനമതിരിടുമീ നാടിൻ വികസന വീതിയിൽ മുന്നേറാൻ അവസരമിനിയും നൽകി നമുക്കീ നായകനോ ജയമേകീടാം. അവസരമിനി മണ്ഡലത്തിന്റെ രക്തധമനികളായി നിലവാരമുള്ള നിരവധി റോഡുകൾ അഴീക്കോട് അരുവിക്കര, കരകുളം അരുവിക്കര, വെള്ളനാട് അരുവിക്കര, വിതുര പേപ്പാറ, നെടുമങ്ങാട് ആര്യനാട് കുറ്റിച്ചൽ, കാട്ടാക്കട കോട്ടൂർ, നെടുമങ്ങാട് പരുത്തിപ്പള്ളി റോഡുകൾ, കോട്ടൂർ നിന്നുള്ള വനറോഡ് തുടങ്ങിയവ അവയിൽ ചിലത് മാത്രം. പറണ്ടോട്, ഇരുത്തലമൂല, ചായം, ചെറ്റച്ചൽ പ്രദേശങ്ങളെ ബന്ധിപ്പിച്ച് 22 കിലോമീറ്റർ റോഡിന് 60 കോടി രൂപ അനുവദിപ്പിച്ചു. 4 പുതിയ മാവേലി സ്റ്റോറുകൾ. പൂവച്ചലിൽ KSEB ഡിവിഷണൽ ഓഫീസ്, പൂവച്ചൽ, തൊളിക്കോട് എന്നിവിടങ്ങളിൽ KSEB സെക്ഷൻ ഓഫീസ്, വിതുരയിൽ 33 kV വൈദ്യുതി സബ്സ്റ്റേഷൻ, കുറ്റിച്ചലിൽ പട്ടികവർഗക്കാർക്കായി മോഡൽ റെസിഡൻഷ്യൽ സ്കൂൾ, വെള്ളനാട് ട്രഷറി, വിതുര, തൊളിക്കോട് പഞ്ചായത്തുകൾക്കായി 36 കോടി രൂപയുടെ സമഗ്ര ജലവിതരണ പദ്ധതി പൂർത്തിയാവുന്നു. വെള്ളനാട്, ഉഴമലയ്ക്കൽ, ആര്യനാട്, അരുവിക്കര പഞ്ചായത്തുകൾക്കുള്ള 120 കോടി രൂപയുടെ സംയോജിത കുടിവെള്ള പദ്ധതി തയ്യാറായി. പ്രാരംഭ പ്രവർത്തനങ്ങൾക്കായി 10 കോടി രൂപ അനുവദിച്ചു. കുറ്റിച്ചൽ, വിതുര പഞ്ചായത്തുകളിലെ ആദിവാസി കോളനികൾ 12 കോടി രൂപ ചെലവിൽ പൂർണ്ണമായി വൈദ്യുതീകരിച്ചു. കുറ്റിച്ചലിൽ ആദിവാസി കോളനികളുടെ വികസനത്തിന് 10 കോടി രൂപ. പൂവച്ചൽ, കുറ്റിച്ചൽ പഞ്ചായത്തുകളെ കൂടി ഉൾക്കൊള്ളിച്ച് കാട്ടാക്കട താലൂക്ക് രൂപീകരിച്ചതിന്റെ പിന്നിലെ പ്രധാന ശക്തി കാർത്തികേയനായിരുന്നു. കാട്ടാക്കട മിനി സിവിൽ സ്റ്റേഷന് 11.5 കോടി രൂപ അനുവദിച്ചു. GV രാജ സ്പോർട്സ് സ്കൂളിന്റെ സമഗ്ര വികസനത്തിന് 5.5 കോടി രൂപയുടെ ഭരണാനുമതി ലഭിച്ചു. അരുവിക്കരയിൽ 3.94 കോടി രൂപ ചെലവിൽ പുതിയ ബലിമണ്ഡപം നിർമ്മിച്ചു. അരുവിക്കര ഡാം പരിസരം മോടി പിടിപ്പിച്ചു. കല്ലാറിൽ 118 ലക്ഷം രൂപയുടെ ടൂറിസം ക്യാമ്പിംഗ് സെന്റർ നിർമ്മിച്ചു. വിതുരയിൽ അന്തർദേശീയ വിദ്യാഭ്യാസ സ്ഥാപനമായ ഐസർ ആരംഭിച്ചു.
5 കോടി രൂപയുടെ ഏലിയാവൂർ വെള്ളനാട് പാലം, പരുത്തിക്കുഴി പാലം എന്നിവ പൂർത്തിയാക്കി. അണിയിലക്കടവ് പാലം നിർമ്മാണം പുരോഗമിക്കുന്നു. ജി കാർത്തികേയൻ അവസാനമായി പങ്കെടുത്ത പൊതുപരിപാടി വെള്ളനാട് ഹയർ സെക്കൻഡറി സ്കൂളിലായിരുന്നു. ആ ചടങ്ങിൽ മുഖ്യമന്ത്രി സ്കൂൾ വികസനത്തിന് 8 കോടി രൂപ അനുവദിച്ചു. ആര്യനാട് VHSSന് പുതിയ കെട്ടിടം പണിയാൻ 110 ലക്ഷം രൂപയും കോട്ടൂർ UP സ്കൂളിന് 8 ലക്ഷം രൂപയും അനുവദിച്ചു. ഉത്തരംകോട്, ചെറ്റച്ചൽ UP സ്കൂളുകളിൽ ഹൈസ്കൂൾ വിഭാഗം അനുവദിച്ചു. KSRTCയുടെ വിതുര, ആര്യനാട് ഡിപ്പോകൾ നവീകരിച്ചു. അരുവിക്കരയിൽ ജി കാർത്തികേയൻ നടപ്പിലാക്കിയ വികസനങ്ങളുടെ പട്ടിക തീരുന്നില്ല. മണ്ഡലത്തിന്റെ ഓരോ മുക്കിലും മൂലയിലും അദ്ദേഹത്തിന്റെ കണ്ണുകളെത്തി, ശ്രദ്ധ പതിഞ്ഞു. അച്ഛന്റെ സംശുദ്ധമായ പൊതുജീവിതമാണ് എനിക്ക് മാതൃക. ഈ ശൈലി എന്റെ ജീവിതത്തിലും പകർത്തുക എന്നുള്ളതാണ് എന്റെ മറ്റൊരു സ്വപ്നം. കേരള രാഷ്ട്രീയത്തിൽ എന്നും നേരിന്റെ മുഖമായിരുന്നു GK. എതിരാളികൾക്ക് പോലും പ്രിയങ്കരൻ. അദ്ദേഹം വളരെ ശാന്തനും സൗമ്യനും സ്നേഹപ്രസരണമായ ജീവിതം കൊണ്ട് കേരളത്തെ ജനങ്ങളെ സ്വാധീനിച്ച ഒരു മഹൽ വ്യക്തിയായിരുന്നു. കേരള നിയമസഭയ്ക്ക് വലിയ നഷ്ടമാണ് കാർത്തികേയൻ്റെ നിര്യാണം ഉണ്ടാക്കിയത്. പൊതുപ്രവർത്തന രംഗത്ത് തന്നെ മൂല്യങ്ങൾ കാത്തു സൂക്ഷിക്കണം, സൗഹൃദ ബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കണം എന്ന നിലപാട് സ്വീകരിച്ചു വന്ന ഒരു രാഷ്ട്രീയ നേതാവ് നഷ്ടപ്പെട്ടു എന്നത് നമ്മളെല്ലാം വളരെ ദുഃഖിപ്പിക്കുന്നൊരു കാര്യമാണ്. ആയിരുന്ന എല്ലാ സ്ഥാനങ്ങളിലും GK തന്റേതായ കയ്യൊപ്പ് ചാർത്തി. കഴിവുറ്റ ഭരണാധികാരി, കേരളം കണ്ട ഏറ്റവും മികച്ച നിയമസഭാ സ്പീക്കർമാരിലൊരാൾ. സഭയിൽ പ്രക്ഷുബ്ധ സാഹചര്യങ്ങളുണ്ടായപ്പോൾ പക്വമായ സമീപനം കൊണ്ട്